ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഇല്ലേ, ഞാൻ ഹണിമൂണിന് പോവാണ് നാളെ. അതുകൊണ്ട് ഞാനല്ല ടരന്ത് കൊണ്ടിട്ട് ഒറ്റയ്ക്കല്ലേ പോണത്. അപ്പൊ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് പുറത്തേക്ക് ഇറങ്ങും കേട്ടോ. നെയിൽസ് ഒന്ന് കളർ മാറ്റണം, അതുപോലെ തന്നെ ഹെയർ നന്നായിട്ടൊന്ന് കട്ട് ചെയ്യണം. ഓൾസോ എനിക്ക് വാക്സ് ചെയ്യണം, കാലും കൈയൊക്കെ വാക്സ് ചെയ്യണം കേട്ടോ. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ള ദിവസമാണ് ഇന്ന്. അപ്പൊ നമുക്ക് ഹെയർ കട്ട് ചെയ്യാനായിട്ട് പോവാം. അത് കഴിഞ്ഞ് നമുക്ക് നെയിൽസും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ ഫുൾ ഇന്ന് പ്രിപ്പറേഷന്റെ ദിവസമാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. സോ ഗൈസ്, ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. ഇവിടെ ആള് പനിയുടെ ഒരു കോളിലൊക്കെ ഇരിക്കുക കേട്ടോ. അല്ലേ, ഞാനാണ് കൊടുത്തതെന്നുള്ളതാണ് കണ്ട പ്രൂഫായിട്ട് ചുമച്ച് വരെ കാണിച്ചു തന്നു. ഞാനാണിത് കൊടുത്തതെന്നുള്ളതാണ് സത്യം. ഞാൻ എന്റെ മാറി വന്നപ്പോഴത്തേക്ക് അനന്തൂന് പയ്യെ ഞാൻ കൊടുത്ത്. പക്ഷെ മരുന്നൊക്കെ കഴിച്ച് നല്ല കുട്ടപ്പനായിട്ടൊക്കെ ഇരിക്കണം. ഹണിമൂണിന് പോകേണ്ടതാണ്, മറക്കരുത്. അപ്പൊ ഞാൻ പയ്യെ ചെല്ലട്ടെ. ബൈ, ലവ് യു, ലവ് യു. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ കാണിച്ചു തരട്ടെ. സിംഗിൾ വാഷിൽ തന്നെ ഫ്രിസി ഹെയറിനെ ഫ്രിസ് ഫ്രീ ആക്കാനായിട്ട് ഈ റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇതാണ് കേട്ടോ ബീ ബ്ലെൻഡിന്റെ ഇന്റൻസ് മോയ്സ്ചർ റേഞ്ച്. ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യണത് ഷാംപൂ ആണ് കേട്ടോ. നല്ല രീതിയിൽ ഡേർട്ടിനൊക്കെ റിമൂവ് ചെയ്തിട്ട് നല്ല ഫ്രിസ് ഫ്രീ ആയിട്ടുള്ള ഹെയർ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിൽ ഹോബ ഓയിൽ വിറ്റമിൻ ഇയും ഇൻഫ്യൂസ്ഡ് ആയതുകൊണ്ട് തന്നെ ഹെയറിന് നല്ലതായിട്ട് ഡീപ്ലി നറിഷ് ചെയ്തിട്ട് ഹെയർ ക്യൂട്ടിക്കിളിനെ സ്ട്രെങ്തൻ ചെയ്യിക്കും. ഓൾസോ ഫ്രിസ് ഫ്രീ സ്മൂത്ത് ആയിട്ടുള്ള ഹെയർ നിങ്ങൾക്ക് 1 വാഷിൽ തന്നെ കിട്ടും. ഇത് വിറ്റമിൻസും മിനറൽസും കൊണ്ടിട്ട് റിച്ച് ആയതുകൊണ്ട് തന്നെ ഹെയറിന് ഭയങ്കര നല്ലതാട്ടോ. ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടോ നമ്മൾ ഈ ഇന്റൻസ് മോയ്സ്ചർ ഹെയർ സിറം യൂസ് ചെയ്യണം. ഇത് നല്ല ഫ്രിസ് ഒക്കെ ടൈം ചെയ്തിട്ട് നല്ല സൂപ്പർ സിൽക്കി ആക്കും ഹെയറിന്. എന്റെ കൂപ്പൺ കോഡ് ആയിട്ടുള്ള SARA 2025 യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 20% ഓഫ് ബീ ബ്ലെൻഡിന്റെ വെബ്സൈറ്റിൽ കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ പ്രൊഡക്റ്റ് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് ആൻഡ് പേർപ്പിൾ അവൈലബിൾ ആണ്. കട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഫീൽ ചെയ്യണം. കാരണം ഈ 2 years ആയിട്ട് ഞാൻ ഫ്രണ്ട് ലേയേഴ്സ് മാത്രം ചെയ്യണം. അപ്പൊ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഫേസ് ഫ്രെയിം ചെയ്ത് കുറച്ച് ബൗൺസ് ആയിട്ട് തോന്നുന്ന രീതിയിൽ നമുക്ക് ലേയേഴ്സ് കട്ട് ചെയ്യാം. ഹായ് പറയാമോ? അറൗണ്ട് ഒരു 2 years ശേഷം കേട്ടോ ഞാൻ ഇത്രയും എക്സ്ട്രീം ആയിട്ട് ഹെയർ കട്ട് ചെയ്യണം. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫേസ് ഫ്രെയിം ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ എനിക്ക് ചെയ്തു തന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോഴാ ഭംഗി അറിയാം. പിന്നെ ഞാൻ കളറും കൂടി ചെയ്യുന്നുണ്ട് ഇപ്രാവശ്യം. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തപ്പോഴത്തേക്കും ബ്ലീച്ചൊക്കെ ഇട്ട് അതും എക്സ്ട്രീം ആയിട്ടാണ് ചെയ്തത്. അതൊക്കെ കട്ട് ചെയ്ത് ഇപ്പൊ ഏകദേശം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാത്രമേ കളറുള്ളൂ കേട്ടോ. അപ്പൊ അതൊക്കെ ഞാൻ കറക്റ്റ് ബാലൻസ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ കണ്ടതല്ലേ കഴിഞ്ഞ പ്രാവശ്യം സ്ട്രീക്സിന്റെ വീഡിയോയിൽ ഞാൻ തന്നെ കളർ ചെയ്ത്, അതുകൊണ്ട് കാണാവുന്ന സ്ഥലത്ത് മാത്രമേ ചെയ്തുള്ളൂ കേട്ടോ. ബാക്ക് സൈഡിലേക്ക് ഒന്നും കളറില്ല. അപ്പൊ അതൊക്കെ നമ്മൾ ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടി പോകുവാണ്. ഒരു അടിപൊളി മേക്ക് ഓവർ ആട്ടോ ഞാൻ പ്രതീക്ഷിക്കണം. അടിപൊളിയാക്കി തരില്ലേ എന്നെ? ഡെഫിനറ്റ്ലി ആണ്, വാക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മള് കഴിഞ്ഞിട്ട് കാണാം എങ്ങനെയുണ്ട് ലുക്ക് എന്നുള്ളത്. ഇപ്പൊ ഇല്ലാത്ത പോർഷനിലൊക്കെ നമ്മൾ ബ്രൗൺ ഷെയ്ഡ് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. നോക്കിയേ, ഒരു പ്രിൻസസ് ഫീൽ ഉണ്ട്. എത്ര പേരാണ് എന്റെ ചുറ്റും ഉണ്ടോ? 1 2 3 ഇതാണ്. കുറേ നാൾക്ക് ശേഷം കേട്ടോ ഞാൻ ഇങ്ങനെ ലേയേഴ്സ് വെട്ടണ. ഇത്ര നാളും ബാക്ക് ഫുൾ സ്ട്രെയിറ്റും ഫ്രണ്ട് ഫുൾ ലേയേഴ്സും ആയിരുന്നു കേട്ടോ. പക്ഷെ പ്രാവശ്യം ഞാൻ ഫുൾ ലേയേഴ്സാണ് ചെയ്തേക്കണേ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കളറും കൂടി ചെയ്തു കേട്ടോ. കാരണം ഞാനിവിടെ ചെയ്തിരുന്ന കളറിനോട് മാച്ച് ചെയ്ത് എനിക്ക് ഓവറോൾ ഹെയർ കളർ ചെയ്തതെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മുടി വെട്ടിയത് നോക്കി കണ്ടോ, ഒരുപാട് ലെയേഴ്സും ഉണ്ട്, നല്ല ബൗൺസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഉണക്കിയതേ ഉള്ളൂ. കാരണം എനിക്കിനി വാക്സും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. എനിക്ക് ഫുൾ ലെഗ് വാക്സ് ചെയ്യാനുണ്ട്, അണ്ടർആംസ് വാക്സ് ചെയ്യാനുണ്ട്. അങ്ങനത്തെ കുറച്ച് വാക്സിങ് പരിപാടികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹെയർ സെറ്റ് ചെയ്യുള്ളൂ. സെറ്റ് ചെയ്തിട്ട് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഭംഗിയാവും കേട്ടോ. ചേച്ചി രണ്ടുപേരും കൂടി നല്ല കട്ടയ്ക്ക് വാശിക്കാട്ടോ. ഒരാളൊരു കാര്യം, വേറൊരു കാര്യം.
അടുത്തത് ആ ഹൈലൈറ്റ് തന്നെ കൊണ്ട് ഹെയർ എല്ലാം സെറ്റ് ചെയ്ത് ഇനിയിപ്പോ നെക്സ്റ്റ് പരിപാടി നെയിൽസ് ഫില്ല് ചെയ്യാന്നുള്ളതാട്ടോ. ഓണത്തിന് മുന്നേ ആണ് ഞാൻ ഈ നെയിൽസ് ചെയ്യണേ. അത് നല്ല കൊറിയൻ സ്റ്റൈല് ആണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ലാസ്റ്റും ചെയ്തു കേട്ടോ. യൂഷ്വലി ചെയ്യാൻ നേരത്ത് നമ്മൾ സദ്യയൊക്കെ ഉണ്ടാകുന്ന നേരത്ത് യെല്ലോ മഞ്ഞപ്പൊടിയുള്ള എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ മഞ്ഞ കളർ ആവട്ടോ. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ നെയിൽസ് വന്നു കേട്ടോ. അതുപോലെ തന്നെ ഓവർ ബഫ് ചെയ്യാത്ത രീതിയിൽ എന്തൊക്കെയോ പുതിയ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് തന്നെ അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇനിയിപ്പോ അതിന്റെ കളർ മാറ്റിയിട്ട് വെക്കേഷൻ നെയിൽസ് ആക്കാൻ വേണ്ടി പോവാണ്. ഒരു ബീച്ച് വൈബൊക്കെ തരണം നമുക്ക് എന്തെങ്കിലും നെയിൽസിന്റെ ചെയ്യാട്ടോ. ടു എക്സൈറ്റഡ്. ഇതായിരുന്നു കേട്ടോ എന്റെ നെയിൽ ഷെയ്ഡ്. കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നത് കണ്ടോ. ഈ ഒരു പിങ്ക് ഷെയ്ഡാ മോർ എന്റെ സ്കിൻ കളർ പോലെ തന്നെയാട്ടോ ഇരിക്കണേ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തായിരുന്നു. അപ്പൊ കണ്ടോ ഇത്രയും ഡിസ്റ്റൻസിൽ ഇപ്പം നെയിൽസ് വളർന്നിട്ടുണ്ട്. അപ്പൊ അത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ബീച്ച് വൈബ് ഫീൽ ചെയ്യണം. ഏതെങ്കിലും ഫ്ലൂറസൻ ഓറഞ്ചോ ഗ്രീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടി പോവാട്ടോ. എനിക്ക് പ്രാവശ്യം ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഈ ഷെയ്ഡ്. ഇതെന്തായാലും മാറ്റാം. ഓണത്തിന് വേണ്ടി ചെയ്തതാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഷെയ്ഡ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും ഫ്ലൂറസൻ കളേഴ്സ് അടിക്കാൻ പോവാട്ടോ. ബീച്ച് വെക്കേഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കളേഴ്സ് പ്രിഫർ ചെയ്യണേ കേട്ടോ. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി രസം ഉണ്ടാകും. ആ ഒരു ബ്ലൂ ഓഷ്യൻ, ബ്ലൂ സ്കൈ, അതിന്റെ കൂടെ നമുക്ക് തെറിക്കുന്ന ഇതുപോലത്തെ കളേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി വൈബ് ഉണ്ടാവും തോന്നിട്ടോ. അതുകൊണ്ടാണ് സെലക്ട് ചെയ്യണേ. ഒരു സ്ക്വയർ ടൈപ്പ് ആട്ടോ ഇതിന്റെ എഡ്ജും ഒക്കെ ഞാൻ ചെയ്തേക്കുന്നത്. നല്ല പിങ്ക് ഷെയ്ഡ് കണ്ടപ്പോഴത്തേക്കും ഞാൻ ഈ പിങ്ക് ഷെയ്ഡ് ചൂസ് ചെയ്തു കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇത് കണ്ടോ ഇവിടെ ഒരു ബ്ലൂ ഷെയ്ഡ് ഇരിപ്പുണ്ട്. ഈ ബ്ലൂവും പിങ്കും കൂടി എന്തെങ്കിലും കോമ്പിനേഷൻ കൊടുക്കാന്ന് വിചാരിക്കുകയാണ്. ഇതാട്ടോ നമ്മള് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു പിങ്കും അതുപോലെ തന്നെ ബ്ലൂവും അതിന്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു സ്ട്രൈപ്സ് കൂടി വെച്ചിട്ടുള്ള ഡിസൈനും കൂടി ചെയ്തു കേട്ടോ. നൈസ്, ഇഷ്ടപ്പെട്ടു. ഇന്നലെ നെയിൽസും അതുപോലെ തന്നെ ഹെയറും എല്ലാം ചെയ്തിട്ട് നേരെ വീട്ടിലോട്ട് വരികട്ടോ ചെയ്ത. കാരണം അനന്തൂടെ ബാഗ് എല്ലാം പാക്ക് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. ഇന്നിനിപ്പോ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുവാണ് അനന്തൂടെ വീട്ടിൽ നിന്ന്. കാരണം എന്റെ സാധനങ്ങൾ സകലതും എന്റെ വീട്ടിലാട്ടോ ഇരിക്കണം. അപ്പൊ പാക്കിങ് ഫുൾ എന്റെ വീട്ടിൽ നിന്നാണ്. ഇവിടെ നിന്ന് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ബാഗിലെടുത്ത് ഇപ്പൊ ഊബറും പിടിച്ച് ഞാൻ നേരെ പോണത് അമിതയുടെ അടുത്തോട്ടാട്ടോ. കാരണം അവിടെ ഞാൻ 2 ഔട്ട്ഫിറ്റ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. അതും കൂടി പിക്ക് ചെയ്തിട്ട് വേണം എനിക്ക് പാക്ക് ചെയ്യാൻ വേണ്ടി വീട്ടിലോട്ട് പോകാൻ വേണ്ടി. അപ്പൊ അമിതയുടെ അടുത്ത് പോയത് പിക്ക് ചെയ്യാം. പിന്നെ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് എന്ന് പറഞ്ഞ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. അല്ലാണ്ട് ഞാൻ ജസ്റ്റ് ചെറിയ ഗ്ലിംസസ് ഒക്കെ കാണിച്ചു തരാം ഔട്ട്ഫിറ്റിന്റെ. അപ്പൊ നേരെ പോട്ടെ ബുട്ടീക്കിലോട്ട്. അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം. കേട്ടോ കൊറേയേറെ ഐറ്റംസ് ഇതേ ഇങ്ങനെ ഷോർട്ട് സാധനങ്ങളിലാക്കി വെച്ചു. വന്നിട്ടൊരു ധൃതിയായിരുന്നു കേട്ടോ എനിക്ക്. കാരണം എനിക്ക് ടെൻസ്ഡ് ആയി പോയി തീരുവോ എന്നുള്ളത്. നേരത്തെ ചെയ്തു വെക്കേണ്ട പരിപാടിയായിരുന്നു. ഓണത്തിന്റെ തിരക്കും അതുപോലെ തന്നെ ബാക്കി എനിക്ക് വയ്യാണ്ടായി എല്ലാം കൂടിയൊക്കെ ആയപ്പോഴത്തേക്കും നല്ല ലേറ്റ് ആയിട്ടോ. അപ്പൊ ദേ ഇപ്പൊ നമ്മളെല്ലാം ഏകദേശം സോർട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇനി ഞാൻ ഷോർട്സിലിടാം എങ്ങനെയാണ് ഞാൻ പാക്ക് ചെയ്തതെന്നുള്ളതും എന്തൊക്കെ സാധനങ്ങൾ എടുത്ത് വെച്ചേന്നൊക്കെ ഉള്ളത് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് പാക്കിംഗ് വീഡിയോ ഇടാത്ത വേറൊന്നും കൊണ്ടിട്ടല്ല കേട്ടോ. നമ്മൾ ഓൾറെഡി ഷോർട്സിൽ ചെയ്യുന്ന കൊണ്ടിട്ടാണ്. ഇപ്പൊ എന്താ പറയാ ഓരോ ക്യൂബിക്കിളായിട്ട് ഇങ്ങനെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇതിന് മുന്നേ ഞാൻ പാക്കിംഗ് വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ടിട്ട് ഞാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്നും പറയണില്ല. കണ്ടോ ഇത്ര ഐറ്റംസ് ആണ് ഞാൻ ബാഗിലാക്കി വെച്ചത്. ഇനി സ്കിൻ കെയറും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കാരണം അത് ഫുൾ അനന്തുവിന്റെ കയ്യിലുണ്ട്. അനന്തും അത്യാവശ്യം സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായത് കൊണ്ടിട്ട് ഞാൻ സ്കിൻ കെയർ എടുത്തിട്ടില്ല. മേക്കപ്പ് അതുപോലെ തന്നെ അനന്തു എല്ലാ ഫുഡൊന്നും കഴിക്കില്ല. അപ്പൊ ഞാൻ കുറച്ച് ഇങ്ങനത്തെ പാക്ഡ് ഫുഡൊക്കെ എടുത്തിട്ടുണ്ട്. മാഗി എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫ്ലിപ്പ് ഫ്ലോപ്സ്, ഫ്ലാറ്റ്സ്, ഇനി ഒരു സ്നീക്കേഴ്സും കൂടി എടുത്ത് വെച്ച് അത് കഴിഞ്ഞു. വേണ്ട ഇത്രയും ഐറ്റംസ് ആണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഇത് മുഴുവൻ ഞാൻ കഴിക്കണ മരുന്നുകളാട്ടോ. ഇപ്പൊ ഈയിടെയായിട്ട് നല്ല രീതിയിൽ തൊണ്ടവേദന, പനി കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറി വരുന്നുണ്ട്. എനിക്ക് ഇമ്മ്യൂണിറ്റി ഒക്കെ പോയെന്ന് തോന്നുന്നു പിള്ളേര്. അത്രയും ഞാൻ ഓണത്തിന് ഓടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒട്ടും ഭയങ്കര സ്ട്രെസ്ഡ് ആണ് ഞാൻ സീരിയസ്ലി.
അതുകൊണ്ടാണ് പാക്കിങ് വയ്യ. അതുകൊണ്ട് തന്നെ മരുന്ന് ഇപ്പൊ ഞാൻ തൊണ്ടവേനയുടെ ചുമയുടെ ഒക്കെ കഴിക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ച് ആ ബുൾഫീനെക്കാളും നന്നായിട്ട് ഞാൻ കുറയ്ക്കുന്നുണ്ട് കേട്ടോ. കാരണം അത്രയ്ക്കും വയ്യാണ്ടായിട്ടിരിക്കും. എനിക്ക് തൊണ്ടവേദനയുടെ ചുമയുടെ ഒക്കെ മരുന്നുണ്ട്. പ്ലസ് ഞാൻ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ, ഇൻ കേസ് എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ. ഉണ്ടോ, ഇത്ര ഐറ്റംസ് ആണുള്ളത്. പിന്നെ അനന്തും എല്ലാ ഫുഡുമായിട്ട് യൂസ്ഡും അല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇങ്ങനെ ഛർദ്ദിക്കണേന്റെയും ലൂസ് മോഷന്റെ ഒക്കെ മരുന്നൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ കൂടി എപ്പോഴെങ്കിലും നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പുറത്തേക്ക് പോകുമ്പോൾ എപ്പോഴും ഞാൻ കരുതാറുണ്ട്. ഫുഡ് കഴിച്ചിട്ട് പറ്റണില്ലെങ്കിൽ എപ്പോഴും ഇത് കയ്യിൽ വെക്കാറുണ്ട് കേട്ടോ. ഇത്രയും മരുന്നുകൾ എടുത്ത് വെക്കുന്നുണ്ട്. എല്ലാ ഐറ്റംസും തന്നെ ഞാൻ കറക്റ്റായിട്ട് ഓരോ പാക്കിംഗ് പൗച്ചിലാക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ റീലോ അല്ലെങ്കിൽ ഷോർട്സോ ഇട്ടേക്കുന്നത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഞാൻ പാക്കിംഗ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എല്ലാ സാധനങ്ങളും നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് നേരെ പോയത് വിയറ്റ്നാമിലെ ഫുക്കോക്കിലേക്കാണ് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം, ഫുക്കോക്കിലെ വിശേഷങ്ങളായിട്ട് കാണാം. അതുവരേക്കും ബൈ ഗൈസ്.